ആ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ടി രവീന്ദ്രൻ സംസാരിക്കുന്നതായിരിക്കും. പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഞാൻ മുഴുവനായി വായിച്ചിട്ടില്ല. കാരണം എനിക്ക് എല്ലാ അസൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട് എനിക്ക് ഇത് പുസ്തകം വരാൻ തന്നെ പുസ്തകം വന്നത് തന്നെ ഈ 2 ദിവസം മുമ്പാണ്. ഞാൻ ആ സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നോക്കാനും പറ്റിയില്ല. ഇന്നലെ മാത്രമേ ഇത് ഒന്ന് മറിച്ചു നോക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ വളരെ ഗാഢമായ ഒരു വായനയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള അതാണ് വാസ്തവത്തിൽ വേണ്ടത്. പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു വിമർശനാത്മകമായിട്ടൊക്കെ സമീപിക്കാനും അതിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മമായ വായനക്ക് വിഷയമാക്കാനൊക്കെ നമുക്ക് കഴിയണം. പക്ഷെ അതിനെ പറ്റി ഞാൻ പുസ്തകത്തെ വളരെ എന്താ പറയുക, വളരെ നേരിട്ടുള്ള രീതി പുസ്തകം എന്താണ്, അതിൽ പുസ്തകത്തിൽ അദ്ദേഹമല്ല പുസ്തകത്തിൻ്റെ കണ്ടൻസ് എന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് പിന്നെ പറയുന്നു മാത്രമേ ഉള്ളൂ. അത് വായിക്കാനുള്ള വായനക്കാരുടെ താല്പര്യത്തിന് അത് സഹായകമാവും എന്നുള്ള ഒരു രീതിയിൽ മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഇതിൻ്റെ പേര് ഇപ്പോൾ സാർവാദമാതിരി ഇപ്പോൾ പ്രശ്നം വന്നതേ ഉള്ളൂ. പേര് കൗണ്ടർ കൾച്ചർ പെർസ്പെക്റ്റീവ്സ് എന്നാണ്. 9 കാപ്പൻ മെമ്മോറിയൽ പ്രഭാഷണങ്ങളാണ് ഇതിൽ സമാഹരിച്ചിരിക്കുന്നത്. വളരെ പ്രശസ്തരായ വളരെ സൂക്ഷ്മമായി തന്നെ കാര്യങ്ങളെ അവലോകനം ചെയ്ത് പഠിക്കുന്ന നമുക്ക് പരിചയമുള്ള 9 കൃഷ്ണശാലികളാണ് ഈ പ്രഭാഷണങ്ങൾ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്രഭാഷണം M.M. തോമസിൻ്റെതാണ്. ശോഭ രഘുറാം, UR അനന്തമൂർത്തി, ഉമീല താപ്പർ, പുസ്തം ബറൂച്ച, നൈനാൻ കോശി, വന്ദന ശിവ, KN പണിക്കർ, ആശീഷ് നന്ദി. ഇത്രയും പേരാണ്, ഈ 9 പേരാണ് ഈ പ്രഭാഷണങ്ങൾ 1994 മുതൽ 2011 വരെ. എല്ലാ വർഷത്തെ പ്രഭാഷണം ഇതിലില്ല. എല്ലാ വർഷം പ്രഭാഷണം നടന്നോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഒഴിവാക്കി നടന്നിരുന്നില്ല. പക്ഷെ അതിന് സെലക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1994 ആദ്യം M.M. തോമസ് നടത്തിയ ആദ്യത്തെ പ്രഭാഷണം. പിന്നീട് 2011 അവസാനത്തിരിക്കുന്നത് രാജകവികളുടെയാണ്. അപ്പോൾ അത് പക്ഷേ ഇതിലില്ല. 2011 ആശീഷ് നന്ദിയുടെ പ്രഭാഷണം ഉൾപ്പെടെയുള്ള 9 പ്രഭാഷണങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. കൗണ്ടർ കൾച്ചർ പെർസ്പെക്റ്റീവ്സ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നത് വളരെ അപ്രോപ്രിയേറ്റ് ഉചിതമായ ഒരു പേരാണ്. കാരണം കാപ്പനച്ചനെ കുറിച്ച് എനിക്ക് കാപ്പനച്ചനെ അത്രയൊന്നും വലിയ പരിചയമില്ല. ചില ലേഖനങ്ങളിലൂടെയൊക്കെയുള്ള പരിചയമില്ല. പക്ഷേ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ കാപ്പനച്ചനുമായി വളരെ ഗാഢമായ സൗഹൃദവും സ്നേഹവും ഒക്കെ അടുപ്പമൊക്കെ പുലർത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ കാപ്പനച്ചനുമായി പരിചയമുള്ളവർക്കറിയാം, കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അംശമാണെന്ന്, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ യോജിപ്പിക്കുന്ന ഒരു സങ്കല്പനമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൗണ്ടർ കൾച്ചർ പെർസ്പെക്റ്റീവ്സ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിലുള്ള ലേഖനങ്ങളിൽ അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രഭാഷണങ്ങളിലെല്ലാം ആളുകൾ സംസാരിക്കും. ആ അർത്ഥത്തിൽ കൗണ്ടർ കൾച്ചറിനെ നമുക്ക് എങ്ങനെ പ്രകാശിപ്പിക്കാം എന്നുള്ള പല തലങ്ങളിൽ നമുക്ക് എങ്ങനെ വിശദമാക്കാം എന്നുള്ള കാഴ്ചപ്പാടുകളാണ് ഒരർത്ഥത്തിൽ ഈ ഒരു സമാഹാരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കാപ്പനച്ചന്റെ ഒരു ഹൃദയവുമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ആശയങ്ങളാണ്. ഇപ്പൊ ക്യാപിറ്റലിസം ഇതിൽ പല തുടരെ ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഒരു വിഷയമാണ്. മുതലാളിത്തത്തിന്റെ പ്രശ്നങ്ങൾ, ആധുനികീകരണം, ആധുനികത എന്നതിനേക്കാൾ ആധുനികീകരണം എങ്ങനെ നമ്മുടെ ലോകത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ആശയങ്ങൾ പലരും വരുന്നു. ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ഡെവലപ്മെന്റ് എന്നുള്ള പ്രശ്നം, അതുപോലെ കൾച്ചർ, കൗണ്ടർ കൾച്ചറും കൾച്ചറും കൗണ്ടർ കൾച്ചറും എങ്ങനെ ഒരു
ഒരു മേൽക്കോയ്മയുള്ള ഇന്ന് മേൽക്കോയ്മയുള്ള ഈ ഒരു സംസ്കാരത്തെ ഏത് രീതിയിലാണ് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുക, അതിനെ ഏതൊക്കെ രീതിയിൽ മാറ്റാനുള്ള ആശയങ്ങൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റും. അത് നോളജിന്റെ ഒരു പ്രൊഡക്ഷൻ ആ ലെവലിലുള്ള നോളജിന്റെ വിജ്ഞാനത്തിന്റെ ഉത്പാദനം അത് എങ്ങനെ നടക്കണം, സെക്യുലറിസത്തെ പറ്റിയുള്ളത്, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഈ പുസ്തകത്തിൽ ഉള്ള ലേഖനങ്ങളിൽ വിഷയമായി വരുന്നത്. ചില ഞാൻ വായിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എങ്കിൽ പോലും ചില ലേഖനങ്ങൾ കുറിച്ച് മാത്രം രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ജനറലായിട്ടുള്ള ഒരു അവലോകനമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു ലേഖനം എം തോമസിൻ്റെത് വാസ്തവത്തിൽ ഈ കൗണ്ടർ കൾച്ചർ എന്ന ആശയത്തെ തന്നെ എം തോമസ് നിങ്ങൾ അറിയുന്നത് പോലെ അദ്ദേഹവുമായി കാപ്പനച്ഛനുമായി വളരെ അടുത്ത് നിന്ന് നോക്കുകയും അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. എന്ന് മാത്രമല്ല എനിക്ക് തോന്നിയത് പല ആശയങ്ങളും രണ്ടുപേരും പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാമൂഹിക വികാസത്തെ കുറിച്ചുള്ള ആശയങ്ങൾ, ക്യാപിറ്റലിസത്തെ കുറിച്ചുള്ള ആശയങ്ങൾ, ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ഇവയൊക്കെ തന്നെ രണ്ടുപേരിലും ഒരേപോലെ വരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പുസ്തകത്തിലുള്ള എം തോമസിന്റെ ലേഖനം എന്ന് പറയുന്നത് കാപ്പനച്ഛനെ കുറിച്ചുള്ള ലേഖനം. ഈ കാപ്പനച്ഛന്റെ ഏതെങ്കിലും പ്രത്യേക ആശയത്തെ ആസ്പദമാക്കിയുള്ളത് എന്നതിനേക്കാൾ കാപ്പനച്ഛന്റെ ഒരു ജനറൽ പേഴ്സണാലിറ്റി ഇങ്ങനെയുള്ളതായിരുന്നു, ഒരു ഇന്റലക്ച്വൽ പേഴ്സണാലിറ്റി, ശൈക്ഷണിക വ്യക്തിത്വം ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന് അങ്ങനെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. എന്ന് മാത്രമല്ല അതിൽ